Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ളയാളാണ് ഞാൻ. ഇതിപ്പോ നാണക്കേടായി. നീ പോണേച്ച്. ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്. അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്. നടക്കൂടെ? എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അവൻ സംസാരിച്ചത്. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. പക്ഷെ ഒരു കാര്യം, ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അപ്പൊ ഞാൻ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതി ഇരിക്കാൻ കഴിയില്ലല്ലോ. ഈ വാർത്ത അറിഞ്ഞുടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ മാത്രമേ കഴിയില്ലല്ലോ. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ആ പരിമിതി മനസ്സിലാക്കണം. ഞാൻ ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? വന്ന അടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരോധമില്ല. തീർച്ചയായും ഈ കല്ലേറുകൾ എൻ്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും. അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.